ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയായ അൽഫോൺസാമയുടെ തിരുനാൾ നാളെ നാം ആഘോഷിക്കുകയാണല്ലോ. അൽഫോൺസാമയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുവാനും അതോടൊപ്പം CML വൈസ് ഡയറക്ടേഴ്സ് ഡേ ആചരിക്കുവാനും സാധിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഏഞ്ചലിനെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൺഡേ സ്കൂളിന്റെ CML വൈസ് ഡയറക്ടറായ ഹിത സിസ്റ്ററിനെ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒരു പ്രോഗ്രാം വിജയപ്രദമാക്കുന്നത് അത് കണ്ട് ആസ്വദിക്കുന്നവരാണ്. ഈ പ്രോഗ്രാം കാണാൻ വന്നിരിക്കുന്ന വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും അധ്യാപകരെയും അനധ്യാപകരെയും എൻ്റെ കൂട്ടുകാരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധയും നാം എല്ലാവരും അംഗങ്ങളായിരിക്കുന്ന ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ഉപമധ്യസ്ഥയുമായ വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ആഘോഷിക്കാനും അതോടൊപ്പം CML വൈസ് ഡയറക്ടറായ ഹിത സിസ്റ്ററിനെ ആദരിക്കാനും വേണ്ടിയാണ്. വിശുദ്ധ അൽഫോൺസാമയുടെ ഓർമ്മകളാൽ ധന്യമായ ഈ പുണ്യദിനത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വിശുദ്ധരെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും അവർ പണ്ട് ജീവിച്ചിരുന്നവരാണ്, നമ്മളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തരാണ്. എന്നാൽ ഭാരതത്തിന്റെ ഈ മണ്ണിൽ നിന്ന്, വിശിഷ്യ കേരളത്തിന്റെ ഈ മണ്ണിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൺസാമ. ഇത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. വിശ്വാസത്തിന്റെയും എളിമയുടെയും ദൈവത്തോടുള്ള അചഞ്ചലമായ സമർപ്പണത്തിന്റെയും ഒരു ദീപസ്തംഭത്തെയാണ് നാം ഇന്നിവിടെ അനുസ്മരിക്കുന്നത്. അന്ന മുട്ടത്തുപാടത്ത് എന്ന പേരിൽ ജനിച്ച വിശുദ്ധ അൽഫോൺസാമ ബാഹ്യമായി സാധാരണയെന്ന് തോന്നിയേക്കാവുന്ന ഒരു ജീവിതം നയിച്ചെങ്കിലും ആത്മീയമായ ആഴത്തിൽ അത് അസാധാരണമായിരുന്നു. സഹനങ്ങളാലും ത്യാഗങ്ങളാലും അടയാളപ്പെടുത്തിയ അൽഫോൺസാമയുടെ ജീവിതയാത്ര ദൈവകൃപയുടെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിക്ക് ഒരു സാക്ഷിയായി മാറി. അൽഫോൺസാമയുടെ ജീവിതം സേവനത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉദാത്തമായ മാതൃകയായിരുന്നു. അൽഫോൺസാമയുടെ ജീവിതത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നിരവധി സദ്ഗുണങ്ങൾ തിളക്കമാർന്നതായി കാണാം. അവ നമ്മുടെ ജീവിതയാത്രയ്ക്ക് കാലാതീതമായ പാഠങ്ങൾ നൽകുന്നു. അൽഫോൺസാമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായി രണ്ടെണ്ണം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സഹനത്തിലുള്ള ക്ഷമയും വിശ്വാസവും. രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും അൽഫോൺസാമയെ ഒരിക്കലും തളർത്തിയില്ല. ഓരോ വേദനയും ദൈവത്തിന് സമർപ്പിച്ചു. കുരിശു തന്നാണ് ഈശോ സ്നേഹിക്കുന്നത്. സ്നേഹിക്കുന്നവർക്കാണ് കൂടുതൽ കുരിശുകളും സങ്കടങ്ങളും അവിടുന്ന് നൽകുക. സഹിക്കുന്നത് എനിക്ക് സന്തോഷമാണ്, സഹിക്കാൻ ലഭിക്കാത്ത ദിവസം ശൂന്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് അൽഫോൺസാമ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ നാം നേരിടുന്ന ഓരോ ബുദ്ധിമുട്ടുകളെയും വിശ്വാസത്തോടെയും ക്ഷമയോടെയും നേരിടാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ബാഹ്യമായ പ്രകടനങ്ങളെ വിലമതിക്കുന്ന ഒരു ലോകത്ത് ആന്തരികമായ പരിശുദ്ധിയുടെയും നിഷ്കളങ്കമായ സേവനത്തിന്റെയും ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് അൽഫോൺസാമയുടെ ജീവിതം. 2, ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹം. ദിവ്യകാരുണ്യം അൽഫോൺസാമയുടെ ആത്മീയ ജീവിതത്തിന്റെ കേന്ദ്രമായിരുന്നു. വിശുദ്ധ കുർബാനയിൽ അൽഫോൺസാമയ്ക്ക് അഗാധമായ ശക്തി കണ്ടെത്താൻ കഴിഞ്ഞു. ക്രിസ്തുവിന്റെ സാന്നിധ്യം അൽഫോൺസാമയ്ക്ക് വലിയ ആശ്വാസവും ശക്തിയും നൽകി. നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയ്ക്കും ദിവ്യകാരുണ്യത്തിനും പ്രാധാന്യം നൽകേണ്ടതിന്റെ ആവശ്യകത ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ തിരക്കേറിയ ലോകത്ത് പലപ്പോഴും നാം സമാധാനവും സന്തോഷവും തേടി അലയുമ്പോൾ അൽഫോൺസാമയുടെ ജീവിതം നമ്മെ ഉള്ളിലേക്ക് നോക്കാനും ദൈവത്തിൽ സമാധാനം കണ്ടെത്താനും ക്ഷണിക്കുന്നു. ലാളിത്യത്തിലും എളിമയിലും നിസ്വാർത്ഥ സേവനത്തിലും ആണ് യഥാർത്ഥ സന്തോഷമെന്ന് അൽഫോൺസാമ നമ്മെ പഠിപ്പിക്കുന്നു. യഥാർത്ഥ സംതൃപ്തി ഭൗതിക സമ്പത്തിലോ ക്ഷണികമായ ആനന്ദങ്ങളിലോ അല്ല, മറിച്ച് ദൈവവുമായുള്ള ആഴത്തിലുള്ളതും ശാശ്വതവുമായ ബന്ധത്തിലും സേവനത്തിലും സ്നേഹത്തിലും ജീവിക്കുന്ന ഒരു ജീവിതത്തിലാണെന്ന് അൽഫോൺസാമയുടെ ജീവിതം നമുക്ക് കാണിച്ചു നൽകുന്നു. വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അൽഫോൺസാമയുടെ സദ്ഗുണങ്ങൾ അനുകരിക്കാൻ നമുക്ക് പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ മനം മടക്കാതെ കൂടുതൽ ക്ഷമയും മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിൽ ആഴത്തിലുള്ള വിനയവും നമ്മുടെ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസവും അർപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അൽഫോൺസാമയുടെ ജീവിതം നമുക്ക് വഴികാട്ടിയാകട്ടെ.
അൽഫോൻസാമ്മയുടെ സഹനങ്ങളെയും വിശ്വാസത്തെയും ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തിന്റെ കാര്യങ്ങളെയും സമർപ്പിക്കാൻ നമുക്ക് പഠിക്കാം. അൽഫോൻസാമ്മയെ പോലെ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാനും എല്ലാവരോടും ദയ കാണിക്കാനും ദൈവത്തിന്റെ പദ്ധതിയിൽ എപ്പോഴും വിശ്വസിക്കാനും നമ്മളെ സഹായിക്കുന്നതിന് വിശുദ്ധ അൽഫോൻസാമ്മയോട് നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും വിശുദ്ധരായി ജീവിക്കാൻ ശ്രമിക്കാം. ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥന ചെല്ലുന്നതിലൂടെയോ അല്ലെങ്കിൽ ഒരു സഹായം വാഗ്ദാനം ചെയ്യുന്നതിലൂടെയോ ആകട്ടെ, അത് സ്നേഹത്തിന്റെ ഓരോ ചെറിയ പ്രവൃത്തിയും മാറ്റങ്ങൾ ഉണ്ടാക്കും. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഇവിടെ ഒത്തുകൂടിയ എല്ലാവർക്കും നന്ദി. അൽഫോൻസാമ്മയുടെ ആത്മാവ് ഇന്നും എന്നും നമ്മുടെ ഹൃദയങ്ങളെയും ഭവനങ്ങളെയും നിറയ്ക്കട്ടെ. അൽഫോൻസാമ്മയുടെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ക്രിസ്തുനാഥ്. അപ്പൊ മിഷീലിന്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ എന്താ? എന്തോ വിട്ടുപോയല്ലോ. സേവനം, സഹനം. നമുക്ക് സ്നേഹിക്കുകയാണ് ഇപ്പൊ, അല്ലെ? ആണോ? അന്ന് ത്യാഗം എടുക്കാനോ? സഹനം വരുമ്പോ നമ്മുടെ മനോഭാവം എന്താ? സഹനം വരുന്ന ഇഷ്ടമാണോ? ആണോ? സഹനം വരുന്ന ഇഷ്ടമുള്ള ആരെങ്കിലും കൂടെ ഉണ്ടോ? സഹനം വരുമ്പോൾ നമ്മൾ ഓടി ഒളിക്കാൻ നോക്കും, അല്ലേ? ആണോ? ആണോ? അപ്പോൾ അൽഫോൻസാമ്മ സഹനത്തിന്റെ മാതൃകയാണ്. ആണോ? സഹനത്തിലൂടെ ഈശോയുടെ സ്വന്തമായിട്ട് മാറി. സഹനം എന്ന ഈശോ നമുക്ക് എന്താ മാതൃക തന്നെ? സഹനത്തിലൂടെ രക്ഷ സാധ്യമാണോ? അപ്പൊ സഹനം നമ്മൾ ഓടി ഒളിക്കേണ്ട ഒരു കാര്യമല്ല. ആ സഹനത്തെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ദൈവോന്മുഖരായിട്ട് മാറണം. സ്വർഗം ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഈശോയിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം അർത്ഥപൂർണമാകുന്നത്. നമ്മൾ ക്രൈസ്തവരാണെങ്കിൽ ഈശോയിൽ താതാത്മ്യപ്പെടണമെങ്കിൽ നമ്മുടെ സഹനത്തിന്റെ മാർഗം സ്വീകരിച്ചേ പറ്റൂ. ക്രിസ്തീയ ജീവിതം സുഖിക്കാനുള്ളതല്ല, മറിച്ച് സഹനത്തിലൂടെ ഈശോയ്ക്ക് സാക്ഷി വയ്ക്കാനാണ്. മനസ്സിലായോ? സഹനം വരുമ്പോൾ നമ്മൾ ഓടി ഒളിക്കേണ്ട ഈശോരൊത്ത ഈശോയുടെ കുരിശുമരണത്തിലേക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ആ സഹനത്തെ സ്വീകരിച്ചുകൊണ്ട് ആ സഹനത്തിലൂടെ നമ്മളെ സമീപിക്കുന്നത് സേവനം ചെയ്തുകൊണ്ട് ത്യാഗ മനോഭാവത്തോടുകൂടി നമ്മൾ നീങ്ങുമ്പോൾ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പൊ കൊച്ചുങ്ങളായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ ചെടിയും ഈശോയെ കൂടുതൽ സ്നേഹിച്ചും മൂല്യബോധമുള്ളവരായി മാറുക. മൂല്യബോധം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നത്തെ നമ്മുടെ മെന്റാലിറ്റി നമുക്കറിയാം. യൂസ് ആൻഡ് ത്രോ ആണോ? യൂസ് ആൻഡ് ത്രോ എന്താണെന്ന് അറിയാവോ? കിട്ടുന്നു, ഉപയോഗിക്കുന്നു, ഉപയോഗം കഴിയും പഠിച്ചറിയുന്നു. നമ്മുടെ കൂട്ടുകാരെ സ്വീകരിക്കുന്നു നമ്മുടെ ആവശ്യം നേടിയെടുക്കാൻ. ആണോ? ആവശ്യം നേടിയെടുക്കാൻ നമുക്ക് ആ കൂട്ടുകാരെ പിന്നെ വേണ്ട. അല്ല, ആരും നമുക്ക് എന്ത് നേട്ടം കിട്ടുന്നോ അവരെ നമുക്ക് കൂടെ ചേർത്ത് പിടിക്കും. അതാണ് ഈശോയുടെ മാർഗം. കൊടുക്കാൻ പഠിക്കണം. നമ്മളിപ്പോ നമ്മുടെ ടിമ്പിലൂർ നടത്തുന്നത്, അല്ലെ? ആകെപ്പാടെ 10-20 രൂപയാണ് ഓരോ ബാഗുകളും വന്നു ചേരുന്നത്. എന്ത് നമ്മൾ കളക്ട് ചെയ്യുന്നത് അറിയാവോ? നമ്മുടെ മിഷൻ ഗ്രാമം ഏതെന്ന് അറിയാവോ? ഏതാ? ഗുജറാത്തിലെ സബർമതിയാണ് നമ്മുടെ മിഷൻ ഗ്രാമം. മിഷൻ ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം വളരെ ചെറുപ്പമായിട്ട്, അത് വിശ്വാസം വളരാത്ത ഒരു ഗ്രാമമാണ്. തീർത്തും ദരിദ്രരായ ആളുകളാണ് അവിടെ ഉള്ളത്. അവരിലേക്ക് നമ്മുടെ വിശ്വാസം പകർന്നു കൊടുക്കുന്നു. ഒപ്പം നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ മാനവും പൂരിക്കും പ്രാർത്ഥന ചൊല്ലുണ്ട്. ആ പ്രാർത്ഥനയും ഒപ്പം നമ്മുടെ ത്യാഗം നിറഞ്ഞ ഓരോ ജീവിത ചര്യകളും സുഹൃത്തുജപവും അവർ നൽകിക്കൊണ്ട് വിശ്വാസം ആഴപ്പെടുത്തുവാനും സാമ്പത്തികമായി സഹായിക്കാനൊക്കെ നമുക്ക് പിൻപിൽ നടത്തുന്നത് കേട്ടോ. അതുകൊണ്ട് മാനവക്ക് പൂരിയും കൃത്യമായിട്ട് അത് പ്രാർത്ഥന അറിയാവോ? മാനവക്ക് പൂരിക്കുകയും ചൊല്ലേണ്ട പ്രാർത്ഥന അറിയാമോ? ഏതാ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടോ? ഏത് പ്രാർത്ഥനയാ? പിന്നെ അതിന്റെ ബാക്കി സുഹൃത്തുക്കൾ ഏതൊക്കെയാ? ഒരാളെന്ന് പറയാവോ? ജൂല പറയാവോ? ഈശോയുടെ തിരുഹൃദയമേ, അങ്ങനെ രാജ്യം വരണമേ, മറിയത്തിന് വിമല
മറിയമേ, വിശുദ്ധ തോമാശ്ലീഹായെ, എന്റെ കൊച്ചേസിയായെ, ഫ്രാൻസിസ് സേവ്യറെ, വിശുദ്ധ അൽഫോൻസാമേ, അപ്പോൾ പ്രാർത്ഥനയും നമ്മുടെ ത്യാഗതന ജീവിതവും വഴി അൽഫോൻസാമയെ പോലെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സത്യത്തിലും നീതിയിലും സ്നേഹത്തിലും വളർന്ന് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന നല്ല കുഞ്ഞുങ്ങളെ നമ്മൾ. ഓക്കെ, താങ്ക് യു. ആ പുണ്യാത്മാക്കൾക്കിടയിൽ സഹനത്തിന്റെ മാലാഖയായി പ്രപഞ്ചം മുഴുവൻ സൗരഭ്യം പരത്തി ആത്മീയ തേജസ്സോടെ ശോഭിച്ചു നിൽക്കുന്ന ഏക നക്ഷത്രമാണ് വിശുദ്ധ അൽഫോൻസാമ. ഒരു ജന്മം മുഴുവൻ സഹനത്തിന്റെ മാലാഖയാകാൻ ദൈവം തെരഞ്ഞെടുത്ത അൽഫോൻസാമയുടെ ജീവിതത്തിൽ നിന്ന് ഒരേട് ഇവിടെ അവതരിപ്പിക്കുന്നു. എടി അന്നക്കുട്ടി അറിഞ്ഞോ? ദേ ചാവടി വലിയ ഗൂഢാലോചന. എന്താ കാര്യം? കാര്യത്തിന് വലിയ പുതുമയൊന്നുമില്ല. നിന്റെ കല്യാണക്കാരൻ തന്നെ. ദേ ഇപ്പോൾ അപ്പനും വന്നിട്ടുണ്ട്. എന്റെ ഈശോയെ, നീ ഞെട്ടണ്ട, ഇത് നടന്നത് തന്നെ. ഈ ഞായറാഴ്ച ഉറപ്പീര് 25 പേരാ ഇങ്ങോട്ട് വരുന്നത്. പോർക്ക്, താറാവ്, കരിമീൻ, കട്ട്ലേറ്റ്, പോത്ത്, ലിസ്റ്റ് വരെ തയ്യാറായി കഴിഞ്ഞു. അപ്പം ദേ പാചകക്കാരനെ വിളിക്കാൻ കുഞ്ഞാപ്പി വിട്ടു കഴിഞ്ഞു. അപ്പച്ച, ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ എങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഒന്നും പറയട, എനിക്ക് മടുത്തി പോയാ മതിന്ന്. എന്റെ പൊന്നാങ്ങളെയല്ലേ, എനിക്ക് കല്യാണം വേണ്ടടാ. എന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ല. മുരയ്ക്ക് വീട്ടിൽ പൈലോച്ചൻ, അതായത് എന്റെ അപ്പം പോലും 5 കോല അകലെ നിന്നേ വർത്താനം പറയൂ. പിന്നെയായി കറിവേപ്പില. നീ ഇവിടുത്തെ രാജകുമാരിയല്ലേ, നീ തന്നെ ഒന്ന് കാലുപിടി. എന്നെ വിട്ടുകളാ മോളെ. അന്നക്കുട്ടി ഒന്ന് നിന്നേ, ഞാൻ മോളോടൊരു കാര്യം പറയാൻ പോവാ. മോൾ അനുസരിക്കണം. അനുസരിച്ചേ പറ്റൂ. എന്താ പേരപ്പാ? മോൾ ഇന്ന് സ്കൂളിൽ പോകണ്ട. അതെന്താ പേരപ്പാ? അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. പിന്നെ ഒരു വാക്ക് പറഞ്ഞില്ല എന്ന് പറയരുത്. ഇന്നലെ വാഴപ്പള്ളിയിൽ നിന്ന് ചെറുക്കന്റെ ആൾക്കാർ വന്നിരുന്നു. എല്ലാം ഞങ്ങൾ തീരുമാനിച്ചു. നാളെ കഴിഞ്ഞ് വാഴപ്പള്ളി വെച്ച് നിന്റെ കല്യാണം ഉറപ്പിക്കല. നിന്റെ അപ്പനെ അറിയിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. അടുത്ത ആഴ്ച മനസ്സമ്മതം, 2 ആഴ്ചക്കുള്ളിൽ കല്യാണം. കുറച്ചിലോ പിഴിച്ചിലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ശബ്ദം കേട്ടു പോകരുത്. അത്രയും കടുപ്പിച്ച് നീ പറയണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല. കുറെ നാളായി ഞാൻ കാല് പിടിക്കുന്നു. കുറെ ഏറെ കൊഞ്ചിച്ചു.
എന്റെ മോക്ക് നല്ലതേ വരൂ. ഈശോയെ, ഈ പാവം പിടിച്ചിട്ട് എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? ഒന്നുറക്കെ കരയാൻ പോലും എനിക്ക് സ്വാതന്ത്ര്യമില്ല. കേട്ടില്ല എല്ലാം. അന്നക്കുട്ടി ഇനി എന്ത് ചെയ്യണം? ഒരു കഴിവില്ലാത്തവളായി അന്നക്കുട്ടി. എന്റെ ആഗ്രഹം സാധിച്ചു തരില്ല. എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ ഒരുക്കുക. ആരൊക്കെ വരുത്താലും നിന്റെ തിരുമുറിവുകളെ ഓർത്ത് ഞാൻ സഹിച്ചോളാം. ഒരത്ഭുതം പ്രവർത്തിച്ച് എന്നെ വീട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്ത്. അന്നക്കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പരീക്ഷണം നിറഞ്ഞ ദിവസമായിരുന്നു അത്. ഒരു നിത്യകന്യകയായി യേശുവിനു വേണ്ടി ഒരു സമർപ്പിത ജീവിതം. കുഞ്ഞുനാളിലെയുള്ള ആഗ്രഹം ഇതാ തച്ചുടയാൻ പോകുന്നു. എല്ലാവരും വർണ്ണിക്കുന്ന തന്റെ സൗന്ദര്യമാണ് എല്ലാത്തിനും കാരണം. നശ്വരമായ സൗന്ദര്യത്തെക്കാളും അനശ്വരമായ ദൈവിക സൗന്ദര്യമാണ് താൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ കല്യാണാലോചന മുടങ്ങണം. പതിര് കത്തിയെരിയുന്ന ചാരക്കുഴിയിലെ തീയിൽ കാല് കുറച്ചു പൊള്ളിച്ചാൽ ഈ ആലോചന മുടങ്ങും. കുറച്ചു വേദന സഹിച്ചാലും എന്റെ യേശുവിനു വേണ്ടി ജീവിക്കാൻ തനിക്ക് സാധിക്കും. ഇതിനേക്കാൾ എത്രയോ പേരുടെ വേദനയാണ് യേശുനാഥൻ കാൽവരി കുരിശിൽ എനിക്കു വേണ്ടി സഹിച്ചത്. അതിന്റെ ചെറിയ ഒരംശം ഞാനും സഹിക്കണം. കാലിലെ ഒരു വിരൽ പൊള്ളിക്കുവാൻ സഹനത്തിന്റെ തീച്ചൂളയിലേക്ക് സ്വയം അവൾ കാലുകൾ നീട്ടി. അന്നക്കുട്ടിയുടെ ശബ്ദമല്ലേ കേൾക്കുന്നേ? ആരവിടെ കരയുന്നേ? എന്ത് പറ്റി നിനക്ക്? അന്നക്കുട്ടിയെ, അന്നക്കുട്ടി, നീ എവിടെ? അന്നക്കുട്ടി, നിനക്ക് എന്ത് പറ്റി? അന്നക്കുട്ടിയെ, ഈ പുറകുവശത്ത് ആണോ ശബ്ദം? അന്നക്കുട്ടി, നീ എവിടെയാ? അന്നക്കുട്ടിയെ, ഇത് ഇവിടെ അങ്ങനെ അഗ്നിയിൽ സുടം ചെയ്ത കന്യാത്വം തമ്പുരാന് സമർപ്പിക്കാനായി അന്നക്കുട്ടി 1927 പെന്തക്കോസ്താ ദിനത്തിൽ ഭരണങ്ങാനത്തെ ക്ലാരമഠത്തിൽ ചേർന്നു. 1930 മെയ് 19 സഭാവസ്ത്രം സ്വീകരിക്കുകയും ആഗസ്റ്റ് 12 1936 നിത്യവ്രത വാഗ്ദാനം നടത്തുകയും ചെയ്തു. 1946 ജൂലൈ 28 ദൈവസന്നിധിയിൽ വിലയം പ്രാപിച്ച അൽഫോൺസാമ 1984 ധന്യയാവുകയും 1986 ഫെബ്രുവരി 8 കോട്ടയത്ത് വെച്ച് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 2008 ഒക്ടോബർ 12 പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൺസാമയെ വിശുദ്ധിയുടെ സഹന തേജസ്സായി ഉയർത്തി. സഹനത്തെയും രോഗത്തെയും ദൈവത്തിൻ്റെ മൃദുലമായ കൈവിരൽ തുമ്പുകളുടെ കാരുണ്യ സ്പർശമായി അനുഭവിച്ച അൽഫോൺസാമ സ്നേഹത്തിൻ്റെ തിരയൊടുങ്ങാത്ത സാഗരമായിരുന്നു. ആ സഹനത്തിൻ്റെ മാലാഖ നമ്മുടെ ജീവിതപാതയിൽ എന്നും വെളിച്ചം പകരട്ടെ. അൽഫോൻസാനെ ആഘോഷിക്കാൻ അവരുടെ ആദ്യത്തെ എല്ലാവർക്കും അൽഫോൻസ ദിന മംഗളങ്ങൾ നേരെ. അൽഫോൻസാമ
കാലത്തിന്റെ വെല്ലുവിളിയിലൂടെ സ്വയം ജീവാർപ്പണം ചെയ്ത വ്യക്തിയാണ്. ആധുനിക മനുഷ്യന് കല്യാണമില്ലാത്ത കുരിശുപാലിനെ പിടിച്ചു നിർത്തി ആത്മീയതയുടെ ശീതളമനുഗ്രഹ 1910 ആഗസ്റ്റ് 19 ഉദിച്ച നബിതാരമാണ്. മലമേൽ ഉയർത്തപ്പെട്ട ദീപത്തിന് മറിഞ്ഞിരിക്കുക അസാധിക്കുന്നതുപോലെ അൽഫോൻസാമയുടെ ശോഭ നാടെങ്ങും നിറഞ്ഞിരിക്കുന്നു. ഉപഭോക്തൃ സംസ്കാരത്തിന് പിടിയിലായിരിക്കുന്ന ആധുനിക തലമുറ ദൈവവും ദൈവവിശ്വാസവും സ്നേഹവും സഹനവും ലാഭങ്ങൾ കൊതുകാത്ത ഏതോ ചിന്തകൾ മാത്രമേ മാറിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ലോകത്തിലേക്കാണ് അതിരുകളില്ലാതെ അളവുകളില്ലാതെ കണക്കുകൂട്ടില്ലാത്ത സ്നേഹവുമായി അൽഫോൻസാമ കടന്നു വന്നത്. വീരോചിതമായ സ്നേഹത്തിന്റെ വീരഗാഥകൾ പാടിയ വാനപാടിയായിരുന്നു അൽഫോൻസാമ. ഈ സ്നേഹത്തിന് മാത്രമേ ലോകത്തെ പരിവർത്തനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സഹനത്തിന്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കിയ അസാധാരണ പ്രതിഭാശാലിയായിരുന്നു ആ ധന്യാത്മാവ്. തന്റെ വിളി വേദനയുടേതാണെന്ന് മനസ്സിലാക്കിയ അൽഫോൻസാമ പൂർണ്ണമായി ജീവഹേതുവിനെ കീഴടങ്ങി. ഗോതമ്പ് മണി നിലത്ത് വീണ് അടിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. അടിയുന്നെങ്കിലോ ഏറെ ഫലം പുറപ്പെടുവിക്കുന്ന തിരുവചനത്തിന്റെ അർത്ഥവും ആഴം അവൾ വ്യക്തമായി മനസ്സിലായിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ സഹനങ്ങളോട് തന്റെ സഹനങ്ങളും ചേർത്ത് വെക്കുമ്പോൾ അത് രക്ഷാകരമായി തീരുന്നു. ആരാലും അറിയപ്പെടാനും പരിഗണിക്കപ്പെടാനും വെമ്പൽ കൊള്ളുന്ന ഇന്നത്തെ തലമുറയുടെ മുൻപിൽ കഴുകുമണിയോളം ചെറുതാകുവാനും ആരാലും പരിഗണിക്കപ്പെടാതിരിക്കാനുമാണ് അൽഫോൻസാമ ശ്രദ്ധിച്ചിരുന്നത്. ഈ പാവനചരിതയുടെ പുണ്യപരിമളം അടയുന്ന മണ്ണിൽ ജീവിച്ചുകൊണ്ട് നമുക്കും ധന്യരാകാം. വിശുദ്ധമായ വിശുദ്ധിയുടെ ചെയ്ത് നമുക്കും കൊച്ചു വിശുദ്ധരാകാം. കൊച്ചു വിശുദ്ധരാകാനുള്ള അനുഗ്രഹങ്ങൾ അൽഫോൻസാമയോട് യാചിച്ചുകൊണ്ട് എല്ലാവർക്കും അൽഫോൻസ ദിന മംഗളങ്ങൾ നേരുകയും ഒപ്പം CMന്റെ വൈസ് ഡയറക്ടറായ ഹീതാമ്മയ്ക്ക് തന്റെ കർത്തവ്യങ്ങൾ കൃത്യമായി പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആശപൂർണമേ നിൻ ശാന്തി നിൻ കൈകളിൽ